കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചു. എങ്ങനെയാണ്? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകാൻ കാരണം തന്നെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനിൽ മാറ്റിയതിനു ശേഷം പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമായിരുന്നല്ലോ ഇലക്ഷൻ കമ്മീഷന്മാരെ തീരുമാനിക്കേണ്ടത്. അതിൽ പ്രധാനമന്ത്രി പറയുന്നൊരു കേന്ദ്രമന്ത്രിയാക്കി. അത് വളരെ അനൗചിത്യമാണ്. കാരണം ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ പരമാധികാരിയായ ചീഫ് ജസ്റ്റിസിനെ മാറ്റിയത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവില്ല. അപ്പോൾ അദ്ദേഹത്തെ പോലൊരാളെ മാറ്റിയതിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്ന് പറയാറുള്ളത് പോലെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും 2 പുതിയ ആളുകളെ നിയമിച്ചു. അവരെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 26 എന്തായാലും കുറേ അധികം സമയം സ്ഥാനാർത്ഥികൾക്ക് പ്രചരണത്തിനായി കിട്ടുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നീണ്ടുപോയി. കാരണം കഴിഞ്ഞ 5 വർഷമായി MP ആയപ്പോൾ മുതൽ ഞാൻ പ്രചരണം നടത്തുകയാണ്. ഇനി എനിക്ക് അങ്ങനെ ദീർഘമായ ഒരു പ്രചരണത്തിൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചല്ലോ, അടുത്ത ഒരു സ്റ്റേജ് എന്ന രീതിയിലേക്ക് കടക്കേണ്ടതില്ലേ UDFന്റെ മുന്നിൽ? അല്ല, തെരഞ്ഞെടുപ്പ് ഇത്രയും പ്രൊലോങ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ ഇച്ചിരി വൈകും. ഇനി സ്ഥാനാർത്ഥികൾ ഒന്ന് സ്ലോ ആവും. സ്പീഡിലിങ്ങനെ പോയതാണ്. പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇത്രയും നീണ്ടുപോയപ്പോൾ സ്ഥാനാർത്ഥികൾ ഇനിയൊരു മന്ദീഭാവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇതുവരെ വന്നൊരു സ്പീഡ് ഇനി ഉണ്ടാവില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പെരിയ ഇരട്ടക്കൊലപാതകം പോലുള്ള സംഗതികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്തവണ CPMന് ഇതുപോലെ തന്നെ തിരിച്ചടിയാകുമോ? അത് ചർച്ച ചെയ്യുമോ ഈ കേരളം? അതിപ്പോൾ ചന്ദ്രശേഖരൻ കൊലക്കേസിൻ്റെ വിധി വന്ന കണ്ടില്ലേ? 2 പേരെ ഒഴിവാക്കിയവർക്ക് 2 ജീവപര്യന്തം കൊടുത്തു, മറ്റുള്ളവർക്കെല്ലാം ഇരട്ട ജീവപര്യന്തം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർക്ക് പരോൾ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ആജീവനാന്തം ഇവരൊക്കെ ജയിലിൽ കിടക്കേണ്ടവരാണെന്ന് വിധി വന്നു. ഇവിടെ പിന്നെ കല്യോട്ട കേസിൻ്റെ ഒരു പ്രത്യേകത, സിംഗിൾ ബെഞ്ചിൽ ഈ കേസ് CBIക്ക് വിടണമെന്ന് പറഞ്ഞ് വാദം നടക്കുമ്പോൾ ആ വാദത്തിനെതിരായി സുപ്രീം കോടതിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്താണ് വക്കീലന്മാരെ കൊണ്ടുവന്നത്. പക്ഷേ കേരള ഗവൺമെൻറ് ആ അപ്പീൽ തള്ളിക്കൊണ്ട് സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു വിധി വന്നു. അത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഒരു രജത രേഖയാണ്. എന്താണ് ആ വിധി? പ്രതികളുടെ മൊഴി വേദവാക്യമായി സ്വീകരിച്ചാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. അത് ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ആദ്യ സംഭവമാണ്. കുറ്റാന്വേഷണ സംവിധാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യ സംഭവമാണ്. പ്രതികളുടെ മൊഴി വേദവാക്യമായി സ്വീകരിച്ച് ഈ കുറ്റപത്രം തയ്യാറാക്കിയുകൊണ്ട് കുറ്റപത്രം റദ്ദ് ചെയ്യുന്നു, കേസ് CBIക്ക് വിടുന്നു. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ആ കേസിൻ്റെ വിധി വരാൻ ഇനി ഏതാനും മാസങ്ങളേ ഉള്ളൂ. ഇന്ന് വരെ ഒരു സാക്ഷികളും കൂറുമാറാത്ത ഒറ്റ കേസ് ഇത് മാത്രമാണ്. 12 പ്രതികൾക്കും ഇതുവരെ പരോള് കിട്ടിയിട്ടില്ല, ജാമ്യം കിട്ടിയിട്ടില്ല. ഇതൊക്കെ വലിയ സംഭവമാണ്. തീർച്ചയായും പ്രതികൾ ശിക്ഷിക്കപ്പെടും. ഇതൊരു കാവ്യനീതിയാണ്. കാര്യം 717 വർഷങ്ങൾക്ക് ശേഷം അവിടെ കല്യോട്ട് പെരുങ്കളിയാട്ടത്തിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ യോഗം നടന്ന് ഏതാണ്ട് 50,000-ഓളം ആളുകൾക്ക് ഭക്ഷണം വിളമ്പി തളർന്നു വരുന്ന സമയത്താണ് ഈ കുഞ്ഞുങ്ങളെ പതിയിരുന്ന് കൊന്നത്. അതുകൊണ്ട് കല്യോട്ടമ്മ ഇതെല്ലാം കാണുന്നുണ്ട്. ഞങ്ങളൊക്കെ ഈശ്വരവിശ്വാസികളാണ്. ഒരു കാവ്യനീതി ഉണ്ട്. പ്രതികൾക്ക് ശിക്ഷ കിട്ടിയിരിക്കും. ഇതുവരെയുള്ള കേസിൻ്റെ വിചാരണ ഞങ്ങളുടെ ഭാഗം വക്കീലന്മാർ ഭംഗിയായി കേസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രതികൾ ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഇപ്പോഴും കല്യോട്ട കേസിന് യാതൊരു വിധമായ ഇതുമില്ല. ഇന്നും ജനഹൃദയങ്ങളിൽ അവർ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി കഴിയുകയാണ്. ആ കുഞ്ഞുങ്ങളുടെ പ്രതികൾക്ക് ശിക്ഷ കിട്ടുന്നതും കാത്ത്. ബാധിക്കുമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്തരം ഇത് പറഞ്ഞല്ലോ, ഈ പിന്നെ TP ചന്ദ്രശേഖരൻ കേസിൻ്റെ വിധിയിൽ പറഞ്ഞു, പ്രതികളും കൊല്ലപ്പെട്ട ചന്ദ്രശേഖരനുമായി യാതൊരു വ്യക്തിവിരോധമില്ല. ആർക്ക് വേണ്ടി കൊന്നു, ആരാണ് ഇതിൻ്റെ പിന്നിൽ? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം കല്യോട്ടും. ആർക്ക് വേണ്ടി? ഈ കൊലപാതകികളും കുഞ്ഞുങ്ങളുമായിട്ടല്ല പ്രശ്നം രാഷ്ട്രീയമായി ഇവരുടെ വളർച്ച തടയുക. അതാർക്ക് വേണ്ടിയാണ് വരുന്നത്? അപ്പം ഈ കൊലപാതകികൾ ഇവരുടെ കയ്യിൽ വെറും ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. അവിടെ ചന്ദ്രശേഖരനെ കൊന്ന പോലെ തന്നെ. അതുകൊണ്ട് ഇനി ഒരിക്കലും കേരളത്തിൽ പകയുടെ രാഷ്ട്രീയം, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം, വെറുപ്പിൻ്റെ രാഷ്ട്രീയം, അക്രമത്തിൻ്റെ രാഷ്ട്രീയം, കൊലപാതകത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടാകാതിരിക്കണമെങ്കിൽ പ്രതികൾക്ക് തൂക്കുകയർ തന്നെ കിട്ടണം. എന്തായാലും UDF തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാണ്. പെരിയ ഇരട്ടക്കൊലപാതകം അടക്കം
ഈ തെരഞ്ഞെടുപ്പിൽ അത് വലിയൊരു പ്രധാന വിഷയമായി മാറുമെന്ന് തന്നെയാണ് UDF സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മഞ്ഞമ്പടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.